സോ ഇപ്പം നമ്മൾ ലെവിസ് അപ്രോച്ച് ടു കെമിക്കൽ ബോണ്ടിങ് എന്താണെന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ ലെവിസ് സിംബൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്നും ലെവിസ് സിംബൽസിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് മനസ്സിലാക്കി. ഓക്കെ, ഇനി അടുത്തത് കോസലിൻ്റെ അപ്രോച്ച് ടു കെമിക്കൽ ബോണ്ടിങ് എന്താണെന്നാണ്. ഓക്കെ, causal in relation to chemical bonding drew attention to the following facts. Okay, first point is in the periodic table the highly electronegative halogens and highly electropositive alkali metals are separated by the noble gas. Electronegative halogens എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാലജൻസിൽ ആരൊക്കെയാണ് വരുന്നത്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, ഇതൊക്കെയാണ് ഹാലജൻസിൽ വരുന്നത് അല്ലേ? സോ ഹാലജൻസിൻ്റെ പ്രത്യേകത എന്താണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ആണുള്ളത്. ഒരു ഇലക്ട്രോണും കൂടി ലഭിച്ചാൽ ഹാലജൻസിന് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഹാലജൻസിന് ഒരു ഇലക്ട്രോണിനെ മാത്രം കിട്ടിയാൽ മതി, അത് എളുപ്പത്തിൽ അതിന് നേടിയെടുക്കാനും സാധിക്കും. അതുകൊണ്ടാണ് ഹാലജൻസ് ഇലക്ട്രോനെഗറ്റീവ് ആണ്, ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആണ് എന്ന് പറയുന്നത്. അതുപോലെ ആൽക്കലി മെറ്റൽസിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണ് ഉള്ളത്. അതിന് ആ ഒരു ഇലക്ട്രോണിനെ പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടുത്തി ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ആൽക്കലി മെറ്റൽസ് ഇലക്ട്രോ പോസിറ്റീവ് ആണ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കോസലിൻ്റെ അഭിപ്രായ പ്രകാരം ഇലക്ട്രോ നെഗറ്റീവായ ഹാലോജൻസിൻ്റെയും ഹൈലി ഇലക്ട്രോ പോസിറ്റീവായ ആൽക്കലി മെറ്റൽസിൻ്റെയും ഇടയിൽ ആരുണ്ട്? നോബിൾ ഗ്യാസസ് ഉണ്ട്. നോബിൾ ഗ്യാസസിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഓൾറെഡി ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്താണ് ഇരിക്കുന്നത്. ഓക്കെ, now the second point is the formation of a negative ion from a halogen atom and a positive ion from an alkali metal atom is associated with the gain and loss of an electron by respective atoms. ഇത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. അതായത് നമ്മൾ പറഞ്ഞു ഹാലോജൻസ് ഇലക്ട്രോ നെഗറ്റീവ് ആണ്. ഹാലോജൻസിന് എളുപ്പത്തിൽ ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഹാലോജൻ എന്ത് ഫോം ചെയ്യും? നെഗറ്റീവ് അയോൺ ഫോം ചെയ്യും. എങ്ങനെയാണ് ഫോം ചെയ്തത്? ബൈ ഗെയിനിങ് ആൻ ഇലക്ട്രോൺ അല്ലേ? അതുപോലെ ആൽക്കലി മെറ്റൽസിന് ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്താനാണ് ഈസി. ഒരു ഇലക്ട്രോൺ നഷ്ടമായി കഴിഞ്ഞാൽ പോസിറ്റീവ് അയോൺ ആണ് ഫോം ചെയ്യുന്നത്. സോ ബൈ ലൂസിങ് ആൻ ഇലക്ട്രോൺ ആൽക്കലി മെറ്റൽ ഫോം പോസിറ്റീവ് അയോൺ. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ഓർത്ത് വെക്കണം. ഹാലോജൻസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് 17 വരുന്ന എലമെന്റ്സ് ആണ്. ആൽക്കലി മെറ്റൽസ് ഗ്രൂപ്പ് 1 വരുന്ന മെറ്റൽസ് ആണ് അല്ലെങ്കിൽ എലമെന്റ്സ് ആണ്. ഓക്കെ, അത് മറന്നു പോകരുത്. നൗ ദ നെക്സ്റ്റ് പോയിന്റ് ഇസ് ദ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് അയോൺസ് ദസ് ഫോംഡ് അറ്റൈൻ സ്റ്റേബിൾ നോബിൾ ഗ്യാസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതായത് ഇലക്ട്രോൺ ഗെയിനിലൂടെ അല്ലെങ്കിൽ ഇലക്ട്രോൺ ലോസിലൂടെ പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണും ഒരു എലമെന്റ് ഫോം ചെയ്താൽ അത് എന്ത് അറ്റൈൻ ചെയ്യും? സ്റ്റേബിൾ നോബിൾ ഗ്യാസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യും. Noble gases have particularly stable outer shell configuration of 8 electrons. അതായത് നോബിൾ ഗ്യാസസിൻ്റെ ഔട്ടർ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഓൾറെഡി ഉണ്ട്. ഹീലിയത്തിന് മാത്രമാണ് ഒരു എക്സെപ്ഷൻ ഉള്ളത്. ഹീലിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അതല്ലെങ്കിൽ എല്ലാ നോബിൾ ഗ്യാസസിൻ്റെയും ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തതാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS2np6 ആണ്. ഓക്കെ, now the next point is the negative and positive ions are stabilized by electrostatic attraction. ഇങ്ങനെ ഫോം ചെയ്യുന്ന നെഗറ്റീവ് അയോൺസും പോസിറ്റീവ് അയോൺസും സ്റ്റെബിലൈസ് ചെയ്ത് നിൽക്കുന്നത് എന്തിലൂടെയാണ്? ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ. ഇലക്ട്രോൺസ് തമ്മിലുള്ള അട്രാക്ഷൻ ഓർ ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷനിലൂടെയാണ് നെഗറ്റീവ് അയോൺസും പോസിറ്റീവ് അയോൺസും സ്റ്റെബിലൈസ്ഡ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, സോ ഇപ്പം നമുക്ക് കോസൽ എന്തൊക്കെയാണ് കെമിക്കൽ ബോണ്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി ഈ അപ്രോച്ച് വെച്ചിട്ട് NaCl അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 11 ആണ്. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 281. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണ്. സോ സോഡിയത്തിന് എങ്ങനെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി Na+ അയോൺ അല്ലെങ്കിൽ സോഡിയം പോസിറ്റീവ് അയോൺ ആയിട്ട് മാറണം. ഓക്കെ, സോ സോഡിയം എന്ത് ചെയ്യും? സോഡിയം ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി എന്തായിട്ട് മാറും? Na+ അയോൺ ആയിട്ട് മാറും. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ. ഓക്കെ, ഇനി അടുത്തത് ക്ലോറിൻ ആണ്. ക്ലോറിൻ്റെ
ആറ്റോമിക് നമ്പർ 17 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 287. അപ്പോൾ ക്ലോറിന് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യണം. ഈ ഇലക്ട്രോണിനെ ക്ലോറിന് ആരാണ് കൊടുക്കുന്നത്? സോഡിയം നഷ്ടപ്പെടുത്തിയ ഇലക്ട്രോൺ ആർക്ക് കൊടുക്കും? ക്ലോറിന് കൊടുക്കും. സോ ക്ലോറിൻ ആ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് Cl- അയോൺ ആയിട്ട് മാറും. ഓക്കെ, സോ എങ്ങനെയാണ് സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്തത്? Na+ഉം Cl- സോഡിയം അയോണും ക്ലോറൈഡ് അയോണും കൂടി കമ്പൈൻ ചെയ്ത് NaCl ഫോം ചെയ്യും. മനസ്സിലായല്ലോ? സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്തതുപോലെ കാൽഷ്യം ഫ്ലൂറൈഡ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇവിടെ ഞാൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്നും എഴുതുന്നില്ല. നിങ്ങൾ തന്നെ കാൽഷ്യത്തിൻ്റെയും ഫ്ലൂറിൻ്റെയും ആറ്റോമിക് നമ്പറും ഇലക്ട്രോണിക് കോൺഫിഗറേഷനും കണ്ടുപിടിച്ച് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇപ്പോൾ ഇതെങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം. കാൽഷ്യത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. സോ കാൽഷ്യത്തിന് ആ 2 ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തി കാൽഷ്യം അയോൺ ആയിട്ട് മാറാം. Ca2+ അയോൺ. 2 ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തുമ്പോൾ 2 പോസിറ്റീവ് ചാർജ് കാൽഷ്യത്തിന് ലഭിക്കുന്നു. അതുകൊണ്ടാണ് Ca2+ ആയി മാറുന്നത്. ഇനി ഫ്ലൂറിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ആണുള്ളത്. ഫ്ലൂറിന് 1 ഇലക്ട്രോണിനെ കൂടി കിട്ടിയാൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാം. സോ ആ 1 ഇലക്ട്രോണിനെ ആര് കൊടുക്കും? കാൽഷ്യത്തിന് 2 ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 1 ഇലക്ട്രോൺ 1 ഫ്ലൂറിന് കൊടുക്കും. ഓക്കെ, സോ കാൽഷ്യവുമായിട്ട് ഫ്ലൂറിന് റിയാക്ട് ചെയ്യണമെങ്കിൽ 1 ഫ്ലൂറിൻ മതിയാവോ? ഇല്ല. കാൽഷ്യം 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. 1 ഫ്ലൂറിന് 1 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ Ca2+ന്റെ കൂടെ 2 ഫ്ലൂറിൻ അയോൺസ് അല്ലെങ്കിൽ 2 ഫ്ലൂറൈഡ് അയോൺസ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് CaF2 അല്ലെങ്കിൽ കാൽഷ്യം ഫ്ലൂറൈഡ് ഫോം ചെയ്യുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് 2 ഫ്ലൂറൈഡ് അയോൺസ് വന്നതെന്ന് മനസ്സിലായല്ലോ. കാൽഷ്യം 2 ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തുന്നുണ്ട്. ഫ്ലൂറിന് 1 ഇലക്ട്രോണിനെയാണ് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. സോ കാൽഷ്യം നഷ്ടപ്പെടുത്തിയ 2 ഇലക്ട്രോൺസിനെയും അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ 2 ഫ്ലൂറൈഡ് അയോൺസ് വേണം. സോ ഇവിടെ 2 ഫ്ലൂറൈഡ് അയോൺസ് ഈ ഒരു കെമിക്കൽ കോമ്പിനേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ? നൗ the bond formed as a result of the electrostatic attraction between the positive and negative ions was termed as electrovalent bond. അതായത് ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്തപ്പോഴും കാൽഷ്യം ഫ്ലൂറൈഡ് ഫോം ചെയ്തപ്പോഴും ശരിക്കും എന്താ സംഭവിച്ചത്? പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ് ആ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്തത്. സോ അവിടെ ഒരു ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഈ ബോണ്ട് ഫോം ചെയ്യാനുള്ള കാരണം എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ കൊണ്ടാണ്. പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസിൻ്റെയും ഇടയിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ കൊണ്ടാണ് ബോണ്ട് ഫോം ചെയ്തത്. ഈ ബോണ്ടിന് പറയുന്ന പേരാണ് ഇലക്ട്രോവാലന്റ് ബോണ്ട്. ഓക്കെ, ദ ഇലക്ട്രോവാലൻസി ഇസ് ദസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് യൂണിറ്റ് ചാർജ് ഓൺ ദ അയോൺ. സോ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അയോൺസിൻ്റെ കിട്ടുന്ന ചാർജ്, യൂണിറ്റ് ചാർജിനെയാണ് ഇലക്ട്രോവാലൻസി എന്ന് പറയുന്നത്. Thus, calcium is assigned a positive electrovalency of 2, while chlorine a negative electrovalency of 1. നമുക്കറിയാം കാൽഷ്യം Ca2+ ആയി. സോ കാൽഷ്യത്തിന് പോസിറ്റീവ് ഇലക്ട്രോവാലൻസി ഓഫ് 2 ആണ് കിട്ടിയത്. ക്ലോറിൻ ആണെങ്കിലോ Cl- ആണ് ആയത്. ക്ലോറിൻ്റെ നെഗറ്റീവ് ഇലക്ട്രോവാലൻസി ആണ്, അത് 1 ആണ്. ഓക്കെ, now Cosel's postulations provide the basis for the modern concepts regarding ion formation by electron transfer and the formation of ionic crystalline compounds. അതായത് കോസലിൻ്റെ പോസ്റ്റുലേഷൻസിൽ നിന്നാണ് നമുക്ക് എന്ത് മനസ്സിലായത്? അയോൺ ഫോമേഷൻ ബൈ ഇലക്ട്രോൺ ട്രാൻസ്ഫർ. ഇലക്ട്രോൺ ട്രാൻസ്ഫറിലൂടെ അയോൺസ് ഫോം ചെയ്യുന്നതും പിന്നെ അയോൺസ് കമ്പൈൻ ചെയ്ത് ക്രിസ്റ്റലൈൻ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നതിനെ കുറിച്ചെല്ലാം കോസൽസ് പോസ്റ്റുലേഷൻസിൽ നിന്നാണ് നമുക്ക് മനസ്സിലായത്. ഓക്കെ, ഹിസ് വ്യൂസ് ഹാവ് പ്രൂവ്ഡ് ടു ബി ഓഫ് ഗ്രേറ്റ് വാല്യൂ ഇൻ ദ അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് സിസ്റ്റമാറ്റൈസേഷൻ ഓഫ് ദ അയോണിക് കോമ്പൗണ്ട്സ്. അയോണിക് കോമ്പൗണ്ട്സിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് കോസലിൻ്റെ പോസ്റ്റുലേഷൻ നമ്മളെ സഹായിച്ചു. At the same time, he did recognize the fact that a large number of compounds did not fit into these concepts. എന്നാൽ എല്ലാ കോമ്പൗണ്ട്സും ഈ ഒരു പാറ്റേണിലല്ല കമ്പൈൻ ചെയ്തിരുന്നതെന്നും കോസലിന് മനസ്സിലായി. ഓക്കെ, സോ കോസൽസ് പോസ്റ്റുലേഷൻ എന്താണെന്ന് ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായല്ലോ. കോസലിൻ്റെ പോസ്റ്റുലേഷൻ അനുസരിച്ചിട്ടാണ് അയോൺസ് ഫോം ചെയ്യുന്നതും പിന്നീട് അയോൺസ്
അയോൺസ് കമ്പൈൻ ചെയ്ത് അയോണിക് ക്രിസ്റ്റലൈൻ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നതും. മനസ്സിലായല്ലോ? സോ ഇത്രയുമാണ് കോസൽ ലെവിസ് അപ്രോച്ച് ടു കെമിക്കൽ ബോണ്ടിങ്. രണ്ടുപേരും എന്തൊക്കെയാണ് കെമിക്കൽ ബോണ്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞതെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോയുടെ ലിങ്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ താങ്ക് യു ഫ്രണ്ട്സ്.